ഹലോ എവറിബഡി, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്ന പ്രൊഡക്റ്റ് റിയൽമിയുടെ റോബോട്ട് വാക്യൂം ആണ്. ഇത് ഇന്ത്യയിൽ പുതിയതായി ലോഞ്ച് ചെയ്ത ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതിനെക്കുറിച്ച് അധികം റിവ്യൂ വീഡിയോസ് ഒന്നും യൂട്യൂബിൽ കണ്ടില്ല, എസ്പെഷ്യലി ഇൻ മലയാളം. അതുകൊണ്ട് ഞങ്ങളുടെ ഫീഡ്ബാക്ക് മറ്റുള്ളവർക്കും കൂടി യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ പ്രൊഡക്റ്റിൻ്റെ MRP വരുന്നത് 29,999 ആണ്. ഞങ്ങൾക്കിപ്പോൾ ഇത് ഫ്ലിപ്കാർട്ടിൽ സെയിലിൽ 17,000-നാണ് കിട്ടിയിരിക്കുന്നത്. മെയിനായിട്ട് ഇതിൽ 2 ബോക്സാണ് വന്നിരിക്കുന്നത്. ഇത് റോബോട്ട് വാക്യൂം ക്ലീനർ, ഇത് അതിൻ്റെ കൂടെ കിട്ടിയ മോപ്പിംഗ് കിറ്റാണ്. ഈ മോപ്പിംഗ് കിറ്റ് തൽക്കാലം ഇപ്പോൾ ഫ്രീ ആയിട്ടാണ് അവർ കൊടുക്കുന്നത്, പക്ഷെ ഭാവിയിൽ അത് പെയ്ഡ് ആവാൻ സാധ്യതയുണ്ട്. MIക്കും ഇതേ പ്രൈസ് റേഞ്ചിൽ ഒരു റോബോട്ട് വാക്യൂം ക്ലീനർ ഉണ്ട്. ഫീച്ചർ വൈസ് കമ്പയർ ചെയ്ത് നോക്കിയാൽ റിയൽമിയാണ് ബെറ്റർ ആയിട്ട് തോന്നുന്നത്. സക്ഷൻ പവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റിയൽമിയുടെ 3000 PA ആണ്, അതേസമയം MIയുടെ 2100 PA ആണ് വരുന്നുള്ളൂ. പിന്നെ അതുപോലെ ബാറ്ററി റിയൽമിയുടെ 5200 mAh ബാറ്ററിയാണ്, ബട്ട് MIയുടെ 3200 mAh ബാറ്ററിയേ ഉള്ളൂ. പിന്നെ ഓപ്പറേറ്റിംഗ് നോയ്സ് ആണെങ്കിലും MI ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റിയൽമി വളരെ നോയ്സ് കുറവാണ്. അപ്പോൾ നമുക്കിത് പ്രോഡക്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഇത് വാക്യൂം ക്ലീനർ, ഇത് അതിൻ്റെ കൂടെയുള്ള ചാർജിങ് മൊഡ്യൂളുമാണ്. പുറത്തെടുത്ത് നോക്കാം നമുക്ക്. കുറച്ച് വെയിറ്റ് ഉള്ളൂ. ഇത് അതിൻ്റെ പല ബ്രഷസ് ആണ്. ഇത് രണ്ടാണ് നമ്മുടെ മോപ്പിംഗ് കിറ്റിൻ്റെ അകത്ത് വരുന്ന എക്സ്ട്രാ ആക്സസറീസ്. ഇത് കുറച്ച് മോപ്പിംഗ് പാഡ്സ് ആണ്, നമുക്ക് മാറ്റി മാറ്റി ഉപയോഗിക്കാം. പിന്നെ ഇതാണ് ഇതിൻ്റെ ഡസ്റ്റ് കമ്പാർട്ട്മെൻറ്റ്. ഇത് റിമൂവ് ചെയ്ത് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇതാണ് വാട്ടർ ഫില്ല് ചെയ്യുന്നത്, ഇതിൽ കൂടെയാണ്. 300 ml വരെ വെള്ളം ഇതിൽ കൊള്ളും. പിന്നെ ഈ മോപ്പിംഗ് പാഡ് നമുക്ക് മാറ്റി ഊരിയെടുത്ത് ക്ലീൻ ചെയ്യാം, തിരിച്ചു വയ്ക്കാം. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഇതിൽ 2 ബട്ടൺ വരുന്നുണ്ട്, ഒന്ന് പവർ ബട്ടൺ, ഒന്ന് ഹോം ബട്ടൺ. ഈ പവർ ബട്ടൺ ഓൺ ഓഫ് ചെയ്യാനായിട്ട്. ഈ ഹോം ബട്ടണിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് എവിടെയാണെങ്കിലും തിരിച്ച് ചാർജിങ് ഡോക്കിലേക്ക് വന്ന് നിൽക്കും, ഓട്ടോമാറ്റിക്കായിട്ട് നാവിഗേറ്റ് ചെയ്ത്. പിന്നെ ഇതിൻ്റെ 3 ടയേഴ്സ്. ഈ പാർട്ടും എല്ലാം സെൻസറാണ്. ടോട്ടൽ 33 സെൻസേഴ്സ് ഉണ്ട് ഇതിന്. ഇത് 2 സൈഡ് ബ്രഷസ് ആണ്, ഇത് നമ്മളിപ്പോൾ ഇൻസേർട്ട് ചെയ്തതാണ്. പിന്നെ ഇതാണ് ചാർജിങ് ഡോക്ക്, ഇത്രയാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഡസ്റ്റ് കമ്പാർട്ട്മെൻറ്റ്. ഇതിങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാം, പ്രസ് ചെയ്തിട്ട് തിരിച്ച് വെറുതെ കയറ്റി വെച്ചാൽ മതി. പിന്നെ 2-in-1 ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഡസ്റ്റിംഗ് കമ്പാർട്ട്മെൻറ്റ് മാത്രമാണ്. ഫസ്റ്റ് കാണിച്ച ഇതാണ്. ഇത് വെച്ചിട്ട് നമുക്ക് മോപ്പും ചെയ്യാൻ പറ്റും. മോപ്പിംഗ് പർപ്പസ് ഉള്ളപ്പോൾ ഇതിൽ ഇൻസേർട്ട് ചെയ്താൽ മതി. ഇതിൻ്റെ കൂടെ ഒരു ക്ലീനിങ് ബ്രഷ് വരുന്നതാണ്. ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ റിയൽമി ലിങ്ക് എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ഈ ആപ്പ് സ്റ്റോറിൽ ലഭ്യമാണ്. നമ്മൾ ഫസ്റ്റ് ടൈം ഈ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ഡിവൈസ് സ്കാൻ ചെയ്ത് അതിൽ ആഡ് ചെയ്യണം. അതിനുശേഷമാണ് നമുക്ക് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ കാണുന്നതാണ് റിയൽമി ലിങ്ക് ആപ്പ്. നമ്മുടെ ഡിവൈസിന് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞങ്ങളുടെ ഡിവൈസിന് റോബോഗ എന്ന പേര് കൊടുത്തേക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുവരെ എത്ര ഏരിയ ക്ലീൻ ചെയ്തു, എത്ര ടൈം എടുത്തു, എത്ര ബാറ്ററി റിമൈനിങ്, ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ഞാൻ അതിൽ മാപ്പൊന്നും സേവ് ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കാണിക്കുന്ന ഈ ഏരിയ. നമ്മുടെ ഫസ്റ്റത്തെ ക്ലീനിങ്ങിൻ്റെ ഒപ്പം തന്നെയാണ് നമ്മുടെ വീടിൻ്റെ മാപ്പ് ജനറേറ്റ് ആയി വരുന്നത്. ഇപ്പോൾ ഇതിൽ സ്പോട്ട്, ഏരിയ, റൂം, ഓട്ടോ ഇങ്ങനെ 4 മെത്തേഡ്സ് ഓഫ് ക്ലീനിങ് നമുക്ക് കാണാം. ഇതിലെ സ്പോട്ട്, ഏരിയ, റൂമൊക്കെ ആക്ടിവേറ്റ് ആവണമെങ്കിൽ ഫസ്റ്റ് തന്നെ മാപ്പ് ജനറേറ്റ് ആവണം. അപ്പോൾ ആദ്യത്തെ വട്ടം നമ്മൾ ഓട്ടോയിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മൾ സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സക്ഷൻ പവർ നമുക്ക് 4 തരത്തിലുണ്ട്. ക്വയറ്റ്, നോർമൽ, ടർബോ, മാക്സ്. ആദ്യത്തെ തവണ ചെയ്യുമ്പോൾ മാക്സിലിട്ടിട്ട് തന്നെ ചെയ്യേണ്ടി വരും. ഞാൻ ഓൾറെഡി ഒരു വട്ടം ക്ലീൻ ചെയ്തപ്പോൾ ജനറേറ്റ് ആയ എൻ്റെ വീടിൻ്റെ മാപ്പാണിത്. നമുക്കിതിൽ ഓരോ റൂംസിന് ഓരോ പേരൊക്കെ കൊടുക്കാൻ പറ്റും. എഡിറ്റ് റൂമിൽ പോയിട്ടുണ്ടെങ്കിൽ റൂംസ് നമുക്ക് മെർജ് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യാം, റീനെയിം ചെയ്യാം, ഇതൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇനി പലതരം ക്ലീനിങ്ങിനെ കുറിച്ച് പറയാം. ഇതിൽ സ്പോട്ട് ക്ലീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്ഥലത്തൊരു പർട്ടിക്കുലർ സ്പോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഏരിയ ഇൻറ്റൻസ് ആയിട്ട് ക്ലീൻ ചെയ്യും.
ഇപ്പോൾ എന്തെങ്കിലും കറയൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ ആ ഏരിയ കൂടുതൽ സമയം ക്ലീൻ ചെയ്യും, ഒരു സ്പോട്ട് മാത്രം. ഏരിയ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആഡ് ഏരിയ കൊടുക്കുക. എന്നിട്ട് ഈ ബോക്സ് ഡ്രാഗ് ചെയ്ത് നമുക്ക് എത്ര ഏരിയ ക്ലീൻ ചെയ്യണം അത്ര ഏരിയ മാത്രം ചൂസ് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്ര ഏരിയ അത് ക്ലീൻ ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് ക്ലീൻ ചെയ്യും. ഇനി റൂം കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര റൂംസ് വേണോ അത്രയും റൂംസ് സെലക്ട് ചെയ്തിട്ട് കൊടുത്താൽ ഇത് ചാർജിങ് ഡോക്കിൽ നിന്ന് ഇറങ്ങിപ്പോയി ആ 2 റൂംസിലും പോയിട്ട് ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് ചാർജിങ്ങിൽ വന്ന് നിന്നോളും. പിന്നെ ഈ വാക്യൂം പ്രസ് ചെയ്താൽ 3 ഓപ്ഷൻ വരും. വാക്യൂം, മോപ്പ്, വാക്യൂം ആൻഡ് മോപ്പ്. വാക്യൂം നമ്മുടെ നോർമൽ മോഡാണ്, വാക്യൂം മാത്രം ചെയ്യും. മോപ്പാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വാട്ടർ ടാങ്ക് ഇൻസ്റ്റാൾ ചെയ്യണം ഫസ്റ്റ് തന്നെ. അതിൻ്റെ വാട്ടർ കമ്പാർട്ട്മെൻറ്റ് നമ്മൾ വെള്ളം നിറച്ചിട്ട് വെച്ച് കൊടുക്കണം. വാക്യൂം ആൻഡ് മോപ്പാണെങ്കിൽ വാട്ടർ കമ്പാർട്ട്മെൻറ്റ് വയ്ക്കുക, അതിൻ്റെ അകത്ത് തന്നെ വാക്യൂം ചെയ്യാനുള്ള ഡസ്റ്റ് കമ്പാർട്ട്മെൻറ്റും കൂടി ഉണ്ട്. ഇത് രണ്ടും ഒരേ സമയം ചെയ്യും. അത് ആദ്യം വാക്യൂം ചെയ്തതിന് ശേഷം മോപ്പ് ചെയ്യും. ഇനി നമുക്കിതിലെ മോർ ഓപ്ഷൻസ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഷെഡ്യൂൾഡ് ക്ലീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലില്ലെങ്കിൽ പോലും നമ്മളൊരു പർട്ടിക്കുലർ ടൈം കൊടുത്താൽ ആ ടൈമിൽ ഇത് തന്നെ ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് ചാർജിങ് സ്റ്റേഷനിലേക്ക് പോയിക്കോളും. നമ്മളിപ്പോൾ ഓഫീസിലൊക്കെ ആണെങ്കിലും നമുക്കിത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും വീട്. ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈം കൊടുത്താൽ ആ ടൈമിൽ അത് ക്ലീൻ ചെയ്യില്ല, അതായത് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യില്ല. റിമോട്ട് കൺട്രോൾ, നമുക്കിതിനെ റിമോട്ട് കൺട്രോൾ വെച്ചിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റും, പക്ഷേ അത് അത്ര 100% എഫക്റ്റീവ് അല്ല മാനുവലായിട്ട് കൺട്രോൾ ചെയ്യുന്നത്. ഫൈൻഡ് റോബോട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിത് കൊടുത്തിട്ടുണ്ടെങ്കിൽ റോബോട്ട് എവിടെയാണെങ്കിലും അത് ഐ എം ഹിയർ എന്ന് പറഞ്ഞിട്ട് ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും, അതിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. മാപ്പ് മാനേജ്മെൻറ്റ്, നമുക്കിതിൽ മൾട്ടിപ്പിൾ മാപ്സ് കൊടുക്കാൻ പറ്റും. 5 മാപ്പ് വരെ ഇതിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അത് 5 ഫ്ലോറിന് വേണ്ടിയിട്ടാണ് അവർ ഉദ്ദേശിച്ചേക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ വീടിൻ്റെ ഒരു ഫ്ലോറേ ഉള്ളൂ, എനിക്ക് ആ ഫ്ലോറാണ് ഈ കാണിക്കുന്നത്. ഇങ്ങനെ നമുക്ക് 5 മാപ്പ് വരെ ജനറേറ്റ് ചെയ്ത് സേവ് ചെയ്യാൻ പറ്റും. മോപ്പിംഗ് പാത്ത് 2 തരത്തിലുണ്ട്, എസ് ഷേപ്ഡ് ആൻഡ് വൈ ഷേപ്ഡ്. വൈ ഷേപ്ഡ് കൂടുതൽ ടൈം എടുക്കും, പക്ഷെ അത് കൂടുതൽ എഫക്റ്റീവായിട്ട് ക്ലീൻ ചെയ്യും. കസ്റ്റമൈസ്ഡ് മോഡ് നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്ന പോലെ ഓരോ റൂമും ക്ലീൻ ചെയ്യും. അതായത് എന്തോരം വാക്യൂം പവർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ റൂമിനും ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓട്ടോ ബൂസ്റ്റ് എന്ന് പറഞ്ഞ ഫീച്ചർ നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇത് കാർപ്പറ്റിലൊക്കെ കയറുമ്പോൾ, നോൺ സ്മൂത്ത് സർഫസിൽ കയറുമ്പോൾ അതിൻ്റെ സക്കിങ് പവർ കൂടും, അപ്പോൾ കൂടുതൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലീനിങ് ഹിസ്റ്ററി, നമുക്ക് ഇതുവരെ എത്ര ഏരിയ ക്ലീൻ ചെയ്തു എല്ലാം നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. ഏത് ടൈമിലാണ് ക്ലീൻ ചെയ്തതെന്നടക്കം കാണാൻ പറ്റും. വോയിസ് ആൻഡ് വോളിയം, ഇതിൽ പല വോയിസ് ഉണ്ട്, പല ലാംഗ്വേജ് ഉണ്ട്, ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചൂസ് ചെയ്യാം. കൺസ്യൂമബിൾസ് എന്ന് പറഞ്ഞ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ്. നമ്മുടെ ഡിവൈസിന് എത്ര ലൈഫ് റിമൈനിങ് ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ നോക്കിയാൽ അറിയാം, ഫിൽറ്റർ, സൈഡ് ബ്രഷ്, മെയിൻ ബ്രഷ് ഓരോന്നിൻ്റെയും ലൈഫ് നമ്മളെ കാണിച്ചു തരും. സൈഡ് ബ്രഷൊക്കെ വളരെ പെട്ടെന്ന് യൂസ്ഡ് ആവുന്നുണ്ട്. നമ്മൾ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യണതിന് മുന്നേ സ്റ്റേബിൾ അല്ലാത്ത ഈ ചവിട്ടി പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയിടുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഇതിപ്പോൾ ഈ മാറ്റിൽ കയറുമ്പോൾ ഉള്ള റിയാക്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, അതിങ്ങനെ കുടുങ്ങും, അതിനെ ഒരു സൈഡിലേക്ക് ആക്കാനും ഒക്കെ നോക്കും. സ്റ്റേബിൾ ആയിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ കുറച്ച് മെറിറ്റ്സും ഡിമെറിറ്റ്സും പറയുകയാണെങ്കിൽ, ആദ്യമായിട്ട് എനിക്ക് തോന്നിയത് പുതിയ മോഡുലർ ഹോംസിനൊക്കെ ഈ പ്രൊഡക്റ്റ് വളരെ ആപ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് റൂംസ് തമ്മിൽ സെപ്പറേഷൻ ഇല്ലാത്ത വീടാണെങ്കിൽ പിന്നെ നമ്മളൊന്നും അറിയണ്ട, ജസ്റ്റ് ഇത് സ്റ്റാർട്ട് ചെയ്താൽ മതി. ക്ലീനിങ് പിന്നെ നമ്മൾ നോക്കുക വേണ്ടത് തന്നെ ക്ലീൻ ചെയ്തോളും. ഈവൻ ഫർണിച്ചറൊക്കെ ഉണ്ടെങ്കിലും ഇതിനൊരു തടസ്സമല്ല. ഇത് ഒബ്സ്റ്റക്കിൾസിനെയൊക്കെ ഒരുമാതിരി എല്ലാ ഒബ്സ്റ്റക്കിൾസിനെയും സർക്കുമെൻ്റ് ചെയ്ത് പോയിക്കോളും, അതൊന്നും ഒരു വിഷയമല്ല. പിന്നെ നമുക്കിത് റിമോട്ടായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും, അതാണ് എനിക്ക് തോന്നിയ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. നമ്മളിപ്പോൾ ഓഫീസിലാണെങ്കിൽ പോലും നമുക്ക് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഇതിനെ കൺട്രോൾ ചെയ്ത് ക്ലീനിങ് ചെയ്യാൻ പറ്റും. നമ്മൾ വീട്ടിൽ വരുമ്പോഴേക്കും വീട് ക്ലീൻ ആയിട്ടിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് അലർജി പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്ക് ഇത് വലിയൊരു അനുഗ്രഹമാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് യൂഷ്വലി അലർജി ഉള്ളവർക്ക് വീട് ക്ലീൻ ചെയ്യുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. ഇതിപ്പോൾ നമ്മൾ ക്ലീനിങ്ങിൽ ഇടപെടേണ്ട, മെഷീൻ തന്നെ ചെയ്തോളും. പിന്നെ നല്ല സക്ഷൻ പവർ ഉള്ളതുകൊണ്ട് തന്നെ ക്ലീനിങ് അത്യാവശ്യം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പിന്നെ ചാർജ് തീർന്നാൽ ഇത് തന്നെ തിരിച്ച് ചാർജിങ് സ്റ്റേഷനിലേക്ക് പോകും. അത് നല്ലൊരു ഫീച്ചറാണ്. നമ്മളെടുത്ത് കൊണ്ടുപോയി വെക്കുകയൊന്നും വേണ്ട, തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് പോയിക്കോളും. പിന്നെ ഇനി കുറച്ചിപ്പോൾ ഡീമെറിറ്റ്സ് പറയുകയാണെങ്കിൽ, ഒന്നാമതായിട്ട് ഇത് കുറച്ച് കോസ്റ്റ്ലി പ്രൊഡക്റ്റാണ്, എല്ലാവർക്കും മേടിക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് 30,000 ആണ് ഇതിൻ്റെ MRP. പിന്നെ ഇതിൻ്റെ മോപ്പിംഗ് കിറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുകയോ ഇല്ലയോ എന്നുള്ളത് ഷുവറല്ല. വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് ആക്സസറി നമ്മൾ പൈസ എക്സ്ട്രാ കൊടുത്ത് മേടിക്കണം.
അങ്ങനെയാണെങ്കിൽ ഇതൊരു കോസ്റ്റ്ലി പ്രൊഡക്റ്റ് ആവും. പിന്നെ റിജിഡ് അല്ലാത്ത ഒബ്സ്റ്റക്കിൾസ് വരുമ്പോൾ, ഇപ്പം മാറ്റൊക്കെ വരുമ്പോൾ അത് അതിൽ കയറി കുടുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അതൊരു ചെറിയ ഡിമെറിറ്റാണ്. പിന്നെ ഇതിൻ്റെ മോപ്പിംഗ് 100% എഫക്റ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ജസ്റ്റ് വെള്ളം വെച്ചിട്ടൊന്ന് തൂത്ത് പോവേ ഉള്ളൂ. അത് 100% എഫക്റ്റീവ് ഒന്നുമല്ല. പക്ഷേ ഓവറോൾ നോക്കുമ്പോൾ ഇതിന് ഡിമെറിറ്റ്സിനേക്കാളും കൂടുതൽ മെറിറ്റ്സ് ഉള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് ഈ പ്രൊഡക്റ്റ് വളരെ യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയത്. വീട് ക്ലീൻ ചെയ്യാനായിട്ട് വളരെ നല്ലൊരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ടേക്ക് കെയർ, സ്റ്റേ ഹാപ്പി, സ്റ്റേ സേഫ്.